ഹായ് ഡിയേഴ്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു ലോട്ടസ് ക്രഞ്ചീസ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഇത് നമുക്ക് സിൽക്കിൻ്റെ ക്ലോത്ത് ഉപയോഗിച്ച് ചെയ്തെടുക്കാം, അതുപോലെ തന്നെ നെറ്റ് ഉപയോഗിക്കാം, പിന്നെ അതുപോലെ തന്നെ സാറ്റിൻ്റെ ക്ലോത്തൊക്കെ ഉപയോഗിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. സെൻറ്ററിലുള്ള ഗ്രീൻ കളർ നമ്മൾ ചെയ്തിട്ടുള്ള സാറ്റിൻ്റെ ക്ലോത്താണ്. ബാക്കിയൊക്കെ ഒരു സിൽക്ക് ക്ലോത്താണ്. കുറച്ച് വില കൂടിയ ക്ലോത്താണിത്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏത് ക്ലോത്താണ്, കുറച്ച് ഗ്ലൈസിങ് ഉള്ള ക്ലോത്തൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചെയ്തൊരു വേറൊരു ഐറ്റം തന്നെയാണിത്. ഇത് അലിഗേറ്ററോ അതുപോലെ തന്നെ ടിക് ടാക്കൊക്കെ ഉപയോഗിച്ച് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഇതിന് വേണ്ടിയുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ക്ലോത്ത് 60x6 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഒരു സൈഡ് നമുക്ക് അടിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇത് വേറൊരു ക്ലോത്തിലാണ് കാണിക്കുന്നത്. ശരിക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് കാണിക്കുകയാണ്. മറ്റേത് സിൽക്ക് ക്ലോത്ത് ആകുമ്പോൾ ഇങ്ങനെ കയ്യിൽ നിന്ന് തെന്നി പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഉൾവശം മടക്കിയതിന് ശേഷം എൻ്റെ ഭാഗം ഇതുപോലെ രണ്ടും യോജിപ്പിക്കുക. എന്നിട്ട് സൈഡൊന്ന് തയ്ച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഫുള്ളായിട്ട് ഇങ്ങനെ തയ്ച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് എലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റേണ്ടതുണ്ടല്ലോ, ആ എലാസ്റ്റിക്കിൻ്റെ ഭാഗം വിട്ടിട്ട് ബാക്കി ഫുള്ളായിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കുകയാണ് വേണ്ടത്. അവസാനം അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ തിരിച്ചെടുക്കുകയാണ് വേണ്ടത്. പിന്നെ നമ്മൾ ഒരു സ്റ്റിച്ചും കൂടി അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് എലാസ്റ്റിക് അവിടെ ഫിറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ എലാസ്റ്റിക് ഇട്ട് റൗണ്ട് എലാസ്റ്റിക്കാണ് ഇട്ടിട്ടുള്ളത്. കെട്ടിക്കൊടുത്ത് നമ്മൾക്ക് ഉള്ളിലോട്ട് ഇങ്ങനെ മാറ്റി കൊടുക്കുക. ബാലൻസ് ഭാഗമൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഉള്ളിലോട്ട് ഉണ്ടാക്കി കൊടുക്കുക. ആ സൈഡൊന്ന് ഇതൊന്ന് തയ്ച്ചു കൊടുക്കാൻ വേണമെങ്കിൽ തയ്ക്കണം, നിർബന്ധമൊന്നുമില്ല. തയ്ച്ചു കൊടുത്താലും കുഴപ്പമില്ല. അങ്ങനെ ജസ്റ്റ് ഒന്ന് തയ്ച്ചതിന് ശേഷം നമുക്ക് അടുത്ത പീസ്, ലോട്ടസ് ഉണ്ടാക്കുന്ന പീസ് എടുത്തിട്ടുണ്ട്. 20x15 എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഒന്ന് നടുമടക്കിയിട്ട് തയ്ച്ചു കൊടുക്കണം. നല്ല വശം പുറമേക്ക് വരുന്ന രീതിയിൽ തയ്ക്കണം. പിന്നെ സൈഡും ഒന്ന് തയ്ച്ചതിന് ശേഷം നമ്മുടെ ലോട്ടസിനുള്ള അതിൻ്റെ വള്ളി പോലത്തെ സാധനം ഉണ്ടാക്കണം. അപ്പോൾ അതുണ്ടാക്കേണ്ടത് ക്രോസിൽ കട്ട് ചെയ്യണം. ശ്രദ്ധിക്കുക. ഈ ഒരു സംഗതി ഉണ്ടാക്കുമ്പോൾ ഇത് ക്രോസിൽ തന്നെ കട്ട് ചെയ്താൽ പുറമേക്ക് എടുക്കാൻ എളുപ്പമാവുള്ളൂ. ഇത് സെൻറ്ററിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ടൊന്ന് സൂചി നൂല് ഉപയോഗിച്ചിട്ട് തുന്നി കൊടുക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് തുന്നിയിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. ഇതുപോലെ ടൈറ്റായിട്ട് വലിച്ചു കൊടുക്കുക. വീണ്ടും നമുക്ക് കെട്ടിക്കൊന്ന് കൊടുക്കണം. നന്നായിട്ടൊന്ന് കെട്ടിട്ടൊക്കെ കൊടുക്കുക. അയ്യാത്ത രീതിയിൽ കെട്ടിട്ട് കൊടുക്കുക. പിന്നീട് നമുക്ക് പോളിസ്റ്റർ ഫൈബർ ഫില്ലിംഗ് ആണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതൊന്നിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം ഇതിന് കട്ടി വേണം അത്രയും നമുക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കുകയാണ് വേണ്ടത്. ഒരു സൈഡും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കൂടി കൂട്ടി യോജിപ്പിക്കുക. ഇതുപോലെ നന്നായിട്ട് ടൈറ്റിൽ കെട്ടിക്കൊടുക്കുക. ഇതൊന്ന് കൂടി നിൽക്കാൻ വേണ്ടി ഒന്നും കൂടി ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. സെയിം കളർ നൂല് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ഇവിടെ വൈറ്റ് നൂലാണ് എടുത്തത്, നിങ്ങൾ പിങ്ക് നൂല് തന്നെ എടുക്കുക. പിന്നെ ഇതിൻ്റെ മറുവശം ഇതുപോലെ തന്നെ ഇങ്ങനെ, ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുക. ഇതുപോലെ കൂട്ടി യോജിപ്പിച്ച് നമുക്കൊരു ലോട്ടസ് ഷേപ്പ് കിട്ടി, ഒരു ലോട്ടസ് ഫ്ലവർ കിട്ടി നമുക്ക്. ഇതിപ്പോൾ നമുക്ക് ഒരു ലോട്ടസായി. അതുപോലെ തന്നെ അടുത്ത ലോട്ടസും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്ക് എത്ര എണ്ണം വെക്കണം അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ സ്ക്രഞ്ചീസുമേൽ ഇതുപോലെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഒരു ഫ്ലവർ രൂപത്തിലാക്കിയിട്ടുണ്ട്. 2 ലോട്ടസ് 2 വലിപ്പത്തിൽ ഈ കിടക്കുമ്പോഴാണ് ഭംഗി. ഒന്ന് ചെറുതും വലുതും. നമ്മൾ സെൻറ്ററിലൊരു ബീഡും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്